ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മൾ കുഞ്ഞൻ ചാളയും കൊണ്ട് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കുഞ്ഞൻ ചാളയും നമ്മുടെ ഇരുമ്പും പുളിയും കൂടി ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ വെക്കണേന്ന്. അപ്പം നമ്മുടെ ഇരുമ്പും പുളി പറിക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് ആവശ്യത്തിലധികം ഇരുമ്പും പുളി ഉണ്ട് കേട്ടോ, ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ ഒരു തോട്ടിയുടെ അറ്റത്തേക്ക് കുപ്പി കണ്ടിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. അപ്പം നിലത്തി ആടാതെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇരുമ്പും പുളി കിട്ടും കേട്ടോ. അപ്പം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയൊന്നും ഇരുമ്പും പുളി വേണ്ട, പക്ഷെ പറിക്കുമ്പോൾ അങ്ങ് ഒന്നിച്ച് പറിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞൻ പറിച്ച് തരുന്നുണ്ട്, ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പും പുളി എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഇരുമ്പും പുളി അരിയണത് നീളത്തിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഇരുമ്പും പുളിയൊക്കെ വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വായി വെള്ളം വരുമല്ലേ ഇരുമ്പും പുളിയൊക്കെ കാണുമ്പോഴത്തേന്. അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പല, വറ്റൽമുളക് എല്ലാം കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതായിരുന്നു കേട്ടോ ഗതി. കാരണം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി, വീഡിയോ എടുക്കാൻ മാത്രമേ കിട്ടിയുള്ളൂ, വലിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ പ്ലേറ്റും പോയി കേട്ടോ. അപ്പോൾ ഒരു വേലപ്പണിക്ക് ഇരുവേലപ്പണി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പറക്കുകയാണ് കേട്ടോ. അപ്പം ഞാനോർത്ത് അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം, ഇതിൻ്റെ ഇടയിൽ വന്ന സംഭവം അല്ലേന്ന് ഓർത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നാക്കി ഞാൻ ചില്ലുകളെല്ലാം പറക്കിയിട്ട് ബാക്കിയെല്ലാം കൂടെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും അടുപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ ആദ്യമേ എല്ലാം എടുത്ത് വെച്ചത്. അപ്പോൾ തേങ്ങ ചിരകുന്നുണ്ട്. നമുക്ക് തേങ്ങ അരച്ചാണല്ലോ കറി വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരു എന്താ പറയുക, സ്പീഡിലൊന്നും ചിരണ്ടണ്ട കേട്ടോ. എനിക്ക് എപ്പോഴും കൈമുറിയാറുണ്ട് കേട്ടോ തേങ്ങ ചിരണ്ടുമ്പോൾ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മൺചട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം മീൻകറി വയ്ക്കുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മുടെ ഉലുവ കുട്ടന്മാരെയും കടുക് കുട്ടന്മാരെയും കൂടെ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് അരിഞ്ഞെടുത്ത ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും, കരിയാപ്പലയും എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് എടുക്കാൻ മറന്നു പോയിട്ടോ. ആദ്യം എല്ലാം എടുത്ത് വെച്ചതായിരുന്നു, പക്ഷേ രണ്ടാമത് എടുത്തപ്പോൾ ഞാനത് വിട്ടുപോയിട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴല്ലേ മഞ്ഞപ്പൊടി ഇല്ലായിരുന്നു. അതിഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി നോക്കി വെച്ചതേ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. എന്താ ചെയ്യുക, രണ്ടാമത് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇങ്ങനെ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റിയ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനല്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഇരുമ്പും പുളിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇരുമ്പും പുളി ഉള്ളപ്പോൾ നമ്മുടെ പുളിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഉള്ള ഒരു പുളിയൊക്കെ ഇരുമ്പും പുളി കൂടെ കിട്ടും. പിന്നെ ഇരുമ്പും പുളി കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കകത്തുനിന്ന്. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ചാളയും കൂടെ കൂടി ഇരുമ്പും പുളിയുടെ അടുത്തേക്ക് ഇട്ടപ്പോൾ എന്ത് ഭംഗിയാലേ അവർ രണ്ടാളും കൂടെ കിടക്കണതാണ്. അപ്പോൾ രണ്ട് കുട്ടന്മാരെയും കൂടെ കൂടി നന്നായിട്ട് അങ്ങ് പറക്കി അങ്ങ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പും പുളിയും ചാളയും കൂടെ വയ്ക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ കുടംപുളിയുടെ ഒരു ടേസ്റ്റ് അല്ലല്ലോ വരുന്നത്, ഇരുമ്പും പുളിയുടെ ഒരു ഭയങ്കര പുളിയായിട്ടല്ല വരുന്നത് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് ഓവറായിട്ടുള്ള പുളിയില്ല, നല്ല രസമാണ് കഴിക്കാനായിട്ട്. കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റിയായി നമ്മുടെ കുഞ്ഞൻ ചാളക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചട്ടി കിടന്നത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാളക്കറി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാള ഉണ്ടാക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഫുഡ് കഴിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.